ജാസ്മിനോടുള്ള ഇഷ്ടം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഗബ്രിയാണ് ലൈവിൽ കാണിക്കുന്നത്. അല്പസമയം മുന്നേ നിരാശനായിരിക്കുന്ന ഗബ്രിയെ കണ്ട് ജാസ്മിൻ പറയുന്നുണ്ട്, എന്താണ് നിനക്ക് പറ്റിയത് ഗബ്രി? ഇത്തിരിയുള്ള പ്രശ്നം നീ മനസ്സിലിട്ട് വലുതാക്കുകയാണ്. നിന്റെ പ്രശ്നം നീ തന്നെയാണ് ഗബ്രി. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട്, എല്ലാം നിനക്ക് മനസ്സിലാകും. ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന്റെ മുന്നേ ഞാൻ നിന്റെ അടുത്ത് എല്ലാം തുറന്നു പറയുമെന്നൊക്കെ പറയുമ്പോ ഇനി നീ പറയാനുള്ളത് ഇവിടെ വെച്ച് പറയണ്ട, പുറത്തിറങ്ങിയ ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കാമെന്നല്ല ജാസ്മിനോട് പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നടക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട്, നീ പറയാൻ പോകുന്ന കാര്യം അതൊരു നെഗറ്റീവ് ആണെങ്കിൽ അത് നടക്കാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതാകും നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്നെല്ലാം പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട്, അത് നടക്കാതിരിക്കാൻ ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അത് നടക്കുക തന്നെ ചെയ്യും. എന്നാൽ ഗബ്രി പറയാൻ പോകുന്ന കാര്യം എന്തെന്നെല്ലാം ജാസ്മിനോട് മനസ്സിലായി കഴിഞ്ഞു. ഒരു പക്ഷേ തന്റെ ഇഷ്ടമെല്ലാം തുറന്നു പറയലായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് പവർ ടീമിന്റെ ഒരു ചർച്ചയെല്ലാം നടക്കുന്നുണ്ട്. എന്തായാലും പവർ ടീമിലെല്ലാം വന്ന ഉടനെ തന്നെ അർജുനെല്ലാം അവിടെ പണി തുടങ്ങി. ആദ്യത്തെ പണി കിട്ടിയത് അപ്സരയ്ക്കും. അപ്സരയുടെ അടുത്തൊരു ഡാൻസ് എല്ലാം കളിക്കാൻ പറയുകയും അതുപോലെ തന്നെ ഇന്നത്തെ ചിക്കൻ കറി എല്ലാം അപ്സരയോട് ഒറ്റയ്ക്കായിട്ട് ഉണ്ടാക്കാൻ പറയാണ്. അങ്ങനെ ജിൻഡോ പറയുന്നു, ഈ ആഴ്ച നമ്മൾ പവർ വളരെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കണം. കിട്ടിയ പവർ എല്ലാം വെച്ച് മാക്സിമം ആളുകൾക്ക് പണിയെല്ലാം കൊടുത്ത് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിക്കണം. അപ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതിന് തന്നെയാണല്ലോ നമുക്ക് പവർ എല്ലാം തന്നത്, അതുകൊണ്ടാണ് ഞാൻ അവിടെ അപ്സരയ്ക്ക് പണി കൊടുത്തത്. അപ്പോൾ അങ്ങോട്ട് ജാൻമണി വരികയും ജിൻഡോ പറയുന്നുണ്ട്, ഹോ വരുന്നുണ്ട്, ഇനിയൊന്നും മിണ്ടാൻ നിൽക്കണ്ട, എന്തൊക്കെയോ നിയമങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള വരവാണ്. അങ്ങനെ ജാൻമണി പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കാര്യം തീരുമാനിക്കുകയാണെങ്കിലും ആസ് എ ക്യാപ്റ്റൻ എന്ന നിലയിൽ അത് എന്നോട് കൂടി പറയണം. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ പോലെ ജോലി ചെയ്യാതെ മാറിയിരുന്നു കൊണ്ട് മുക്കിലും മൂലയിലും പോയി സംസാരിക്കൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ആഴ്ച നടക്കില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഞാൻ അതിന് പ്രതികരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം വേണമെന്നെല്ലാം പറയുന്ന പവർ ടീമിനെയും ക്യാപ്റ്റനെയുമാണ് ലൈവിൽ കാണിക്കുന്നത്. എന്തായാലും ഈ ആഴ്ചയിൽ പവർ ടീം ആണെങ്കിലും ക്യാപ്റ്റൻ ആണെങ്കിലും ഒരുപാട് മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.